ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ വന്നിരിക്കുന്നത് ചോട്ടാ മുംബൈ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഗായ്സ്, ചോട്ടാ മുംബൈ റിലീസ് ചെയ്തിട്ട് എന്തോന്നത് കുറേ കോടികളാണ് ഇപ്പോൾ തിരികേറ്റിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും എന്താ പറയുക റിലീസ് വാല്യൂ ഉള്ള പടം ആയിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോടികൾ വാരിക്കൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം തന്നെ ഇപ്പോൾ കവിത തിയേറ്ററിലൊക്കെ എന്താ പറയുക നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഓരോ ഷോയും അത്രമാത്രം എന്താ പറയുക അതിന് പ്രേക്ഷക വരവേൽപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പടം അങ്ങോട്ട് കത്തി കയറിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള കുറേ മോഹൻലാൽ സിനിമസ് ഉണ്ട്. അതൊക്കെ തന്നെ ഇനിയും വരട്ടെ. ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കൂടി രാജമാണിക്യം പോലുള്ള സിനിമ, കാരണം അതും ഇതുപോലൊരു അൻവർ റഷീദ് മാജിക് ആയിരുന്ന സിനിമ. അപ്പോൾ അതും കൂടി വരട്ടെ. എന്തായാലും ഈ ഒരു ചോട്ടാ മുംബൈ ഇപ്പോൾ കത്തി കയറി വരുന്നത് ശരിക്കും ആ ഒരു സിനിമ അന്ന് നമുക്കൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റില്ല തോന്നുന്നു. കാരണം ഞാനൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്താണ് ഇതിപ്പോൾ റിലീസ് ചെയ്തപ്പോൾ കണ്ടത്. എൻ്റെ മോനെ, ആ സിനിമ നമുക്ക് ശരിക്കും ആ സിനിമ ഒരു പ്രത്യേക രസമാണ്. പക്ഷേ നമ്മളിപ്പോഴും മിസ് ചെയ്യുന്ന ഒരാൾ പറയുന്നത് നമ്മുടെ ശ്രീ മണിയാണ്. കലാഭവൻ മണി ശരിക്കും നമ്മൾ മിസ് ചെയ്യുന്നില്ല. ആ സിനിമയിലെ കലാഭവൻ മണി എന്ന വില്ലനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ആ വില്ലനിസം ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം അതിനെ ഇത്രയും മനോഹരമായി ചെയ്യാൻ ചിലപ്പോൾ ഇനി വേറൊരാൾക്ക് പറ്റുമെന്നല്ല. കാരണം അത്രയും മനോഹരമായി ആ സിനിമയിലെ വില്ലൻ എന്ന ക്യാരക്ടർ ഹൈ വോൾട്ടേജിൽ നിൽക്കുന്നത്. കാരണം നടേശൻ കൊല്ലെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും. അത് ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് മോഹൻലാലിൻ്റെ ഒരു കോംബോ, ഓ മാൻ, സൂപ്പർ പറഞ്ഞാൽ സൂപ്പറാണ്. ആ ശരിക്കും ഇത് അൻവർ റഷീദ് വൺ ഓഫ് ദ മാജിക് തന്നെയാണ്. രാജമണിക്കത്തിന് ശേഷം വൺ ഓഫ് ദ ബെസ്റ്റ് മാജിക് എന്ന് പറയുമ്പോൾ രാജമണിക്കാണ്. അതിനുശേഷം അതേ ഈക്വൽ അല്ലെങ്കിൽ അതേ ഒരു ത്രാസിൽ തൂക്കിക്കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ രാജമണിക്കും ചോട്ടാ മുംബൈ ഒരേപോലെ തൂക്കിക്കിടക്കും. കാരണം രണ്ട് രീതിയിലുള്ള പ്രസൻറ്റേഷനാണ്, രണ്ട് രീതിയിലുള്ളൊരു കഥാ ആവിഷ്കാരമാണ്, അത് രണ്ട് രീതിയിൽ പെർഫോമറാണ്. അപ്പോൾ എന്തായാലും സെറ്റപ്പ് സിനിമയായിരുന്നു നമ്മുടെ ചോട്ടാ മുംബൈ. അത് റിലീസ് ചെയ്തപ്പോൾ ഒന്നുകൂടി നമുക്ക് കാണാനുള്ള അവസരം കിട്ടി. വളരെ മനോഹരമായിട്ടുണ്ട്. അതിൽ നമുക്ക് സിദ്ദിഖിനെയൊക്കെ ഇത്രയൊക്കെ ഒരു രസമായിട്ട് കാണിക്കാൻ പറ്റിയതൊക്കെ പറയുമ്പോൾ സിദ്ദിഖിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് പറയുമ്പോൾ പടത്തിലൊരു വല്ലാത്ത പെർഫോമൻസാണ്. അത് ഭയങ്കര രസമാണ് ശരിക്കും. പിന്നെ ഇതിലെനിക്ക് എടുത്തു തോന്നിയതും സിദ്ദിഖിൻ്റെയും കലാഭവൻ മണിയുടെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ ചെറുതായിട്ടൊന്ന് മാസ് കാണിച്ച് നമ്മുടെ വിനായകൻ, അങ്ങനെ കുറച്ച് നല്ല നല്ല പെർഫോമൻസ്. പിന്നെ മോഹൻലാൽ തന്നെ ഓൾവേസ് ഗുഡാണല്ലോ, അതിനെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും പടം കൊണ്ട് കത്തി കയറിയിട്ടുണ്ട്. കോടികളാണ് ഇപ്പോൾ വാരിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതുപോലെ റിലീസിൽ ഇനിയും ഉണ്ടാവട്ടെ. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ രാജമാണിക്ക് റിലീസാണ്. അതും കൂടി വരുമ്പോൾ തിയേറ്ററിന് പൂരെ പറമ്പാവട്ടെ ഗൈസ്. നമുക്ക് കണ്ട് ആസ്വദിക്കാന്നേ. ഓക്കെ, ബൈ ഗൈസ്. ഇനിയൊരു അപ്ഡേറ്റുമായി വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.